Hello guys, എൻ്റെ പേര് സുജേഷ്. ഞാനിപ്പോൾ UK-ൽ CTMRI Band 6 Radiographer ആയിട്ട് വർക്ക് ചെയ്യുന്നു. I usually make videos on YouTube related to radiographers topics. If you are new to the channel, do check it out and check out the videos on it. Let's jump into the topic. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് UK-ൽ ഒരു റേഡിയോഗ്രാഫറിൻ്റെ ഇൻ്റർവ്യൂ സോർട്ട് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. Once again, welcome back to the channel Mallu Radiographer. എൻ്റെ പേര് സുജേഷ്. അപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂ സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു ജോബ് തപ്പേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലേ, അതായത് ജോബ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബയോഡാറ്റ ശ്രദ്ധിക്കണം. ബയോഡാറ്റ പറഞ്ഞാൽ നമ്മൾ ട്രാക്ക് ജോബ്സിൽ ഉണ്ടാക്കുന്ന CV അത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും ആ ജോബിന് സ്പെസിഫിക് ആയിട്ടുള്ള ബയോഡാറ്റ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനാക്കുക. പിന്നെ നമ്മളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ, അത് മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യുകെയിൽ ഏത് ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു CT അല്ലെങ്കിൽ X-ray എന്നുള്ള ജോബിനാണെങ്കിൽ ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ അതിൽ ആ ഒരു ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു CT ജോബിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ ലെവലിൽ വരെയുള്ള എക്സ്പെർട്ടീസ് ആ CTയിൽ ഉണ്ടെന്നുള്ളത് അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. ഒരു MRI ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ MRIയിൽ അറിയാം, എന്തൊക്കെ നിങ്ങൾ ഏതൊക്കെ കേസസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏതൊക്കെ അഡ്വാൻസ്ഡ് കേസസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് X-rayയുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, നിങ്ങൾക്ക് എന്തൊക്കെ സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് നിങ്ങൾ X-ray ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ കൂടുതൽ കൊള്ളിക്കാൻ ശ്രമിക്കുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഇന്റർവ്യൂ സോർട്ട് ഔട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ മൊത്തമായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൊട്ടേഷണൽ ഡ്യൂട്ടി ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ പോസ്റ്റ് മാത്രമായിരിക്കും. അതായത് X-rayയിൽ നിങ്ങൾ ജോബിന് കയറി കഴിഞ്ഞാൽ X-rayയിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഫ്യൂച്ചറിൽ റൊട്ടേഷൻ ജോബ് വഴി CTയിലോ MRIയിലേക്ക് മാറാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടേംസ് ഉണ്ടോ. അതായത് ചിലപ്പം UK-ൽ ഇപ്പം ഒരു ഹോസ്പിറ്റലിന്, ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ ഒരു 5-6 ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമോ, അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അവരെ കീഴിലുള്ള വേറെ 3-4 ഹോസ്പിറ്റൽ ഉണ്ടാവും, അവിടെയൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരുമോ, എന്താണ് അതിൻ്റെ അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ, അതിൻ്റെ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ വിസയുടെ വാലിഡിറ്റി എന്തായിരിക്കും, ടയർ 2 വിസയാണോ, അത് എത്ര വർഷത്തേക്കുള്ളതാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാനാക്കാം. അപ്പോൾ ഈ ഇന്റർവ്യൂ സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ ബയോഡാറ്റ മെയിൻ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാനാക്കുക, അതായത് ട്രാക്ക് ജോബ് പ്രൊഫൈൽ നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യാനാക്കുക, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാനാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ മെയിൻ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക, അതിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം ബയോഡാറ്റ ആയാലും സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ആയാലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ മെയിൻലി ജെന്യൂൻ ആണെന്ന് ഉറപ്പുവരുത്താനാക്കുക. അതായത് നമ്മൾക്ക് അറിയുന്ന കാര്യം മാത്രം നമ്മൾ അതിൽ ആഡ് ചെയ്യാനാക്കുക, അല്ലാണ്ട് ഒരു ചുമ്മാ ബ്ലഫ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ CVയിൽ കയറ്റാണ്ട് നമുക്ക് മെയിനായിട്ട് അറിയുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാനാക്കുക. ആ ജോബ് ഡിസ്ക്രിപ്ഷന് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഹൈലൈറ്റ് ചെയ്യാനാക്കുക, അല്ലാണ്ട് ചുമ്മാ ബ്ലഫ് ചെയ്ത് വലിയൊരു പാരഗ്രാഫ് ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല. മെയിൻ പോയിന്റ് എന്തൊക്കെയാണെന്നുള്ള സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിലും ജോബ് ഡിസ്ക്രിപ്ഷനിലും അപ്ലൈ ചെയ്യാനാക്കുക. അപ്പോൾ ഗോയ്സ്, നമുക്ക് ഈ വീഡിയോന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സിലേക്ക് പോകാം ഇനി. അതായത് നിങ്ങളൊരു ഇന്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഇന്റർവ്യൂ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്റർവ്യൂ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി, അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ഇമെയിൽ വഴി വരുന്നതായിരിക്കും. നിങ്ങൾ ഇന്ന ഇന്റർവ്യൂ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണ്, ഇന്ന ഡേറ്റിനായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവുക. അങ്ങനെ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഒരു ഇമെയിൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം അത് ചെക്ക് ചെയ്യാനാക്കുക, അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കുക ഒന്നുകൂടി. അത് മോസ്റ്റ് പ്രോബബ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമെയിലിൽ UK ടൈം ആയിരിക്കും ഉണ്ടാവുക, അതായത് ബ്രിട്ടീഷ് ടൈം ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ടൈം നമ്മുടെ നാട്ടിലെ ടൈമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എല്ലാവരും തന്നെ ഒരു 10-15 മിനിറ്റ് മുന്നേ ലോഗിൻ ചെയ്യാനാക്കുക. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓൾമോസ്റ്റ് UK-ലേക്കുള്ള എല്ലാ ഇന്റർവ്യൂസും ഓൺലൈനാണ്. സ്കൈപ്പ് വഴി അല്ലെങ്കിൽ ടീംസ് വഴി അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിനുവേണ്ടി ലോഗിൻ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഇമെയിൽ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആയതിനു ശേഷം നിങ്ങൾ ഒരാൾ കോൺടാക്ട് ചെയ്യുക, അതായത് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയേക്കുന്നത് ആ ഹോസ്പിറ്റലിന്റെ HR അല്ലെങ്കിൽ എന്താ പറയുക റേഡിയോളജി മാനേജർ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമെയിൽ വഴി എല്ലാം സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും തിരിച്ചു വയ്ക്കാൻ ഇമെയിൽ വഴി റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ ചെയ്ത് അന്വേഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇന്റർവ്യൂ, ഏത് സമയത്താണെന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ടൈമുമായിട്ട് മാച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടൈമിനനുസരിച്ച് നിങ്ങൾ ഒരു 15-20 മിനിറ്റ് മുന്നേ ലോഗിൻ ചെയ്യാനാക്കുക.
അത് ഏത് വഴിയാണ് നടക്കുക എന്നുള്ളതും നിങ്ങളുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റേഡിയോളജി മാനേജർ നിങ്ങൾക്ക് നേരത്തെ ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. അത് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ടീംസ് വഴിയായിരിക്കും ഉണ്ടാവുക. അതിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് 1 വീക്ക് മുന്നേ അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് തൊട്ട് മുന്നേ വരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറയാം എനിക്ക് ഇന്ന ഡേറ്റിനാണ് ഇന്റർവ്യൂ, എനിക്ക് ഇതുവരെ ഇൻവിറ്റേഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അവർ അതിനുള്ള റിപ്ലൈ പറഞ്ഞു. മിക്കവാറും ചിലപ്പോൾ ആ സമയം നിങ്ങൾ റിപ്ലൈ അയച്ച സമയത്ത് തന്നെ അവർ ചിലപ്പോൾ ലിങ്ക് അയച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ എന്താണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് 1 മണിക്കൂർ മുന്നേ ലിങ്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള കാര്യം അവർ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്ന സെറ്റപ്പാണ്. അതായത് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ ഒന്നുകിൽ നിങ്ങൾക്ക് മൊബൈൽ വഴി അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എല്ലാവരും തന്നെ ലാപ്ടോപ്പ് വഴി മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ഈ മൊബൈലും ലാപ്ടോപ്പും തമ്മിൽ നെറ്റ്വർക്കിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇന്റർവ്യൂ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മളെ നെറ്റ്വർക്ക്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്, പിന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മളുടെ ഡ്രസ്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം ചിന്തിക്കുന്ന സമയത്ത് ഓൺലൈൻ ഇന്റർവ്യൂവിൽ ആരും അങ്ങനെ കാര്യമാക്കില്ലല്ലോ എന്ന് പറയുന്ന കാര്യമില്ല. കാരണം നിങ്ങളൊരു പ്രൊഫഷണൽ ഇന്റർവ്യൂക്കാണ് പോകുന്നത്. ഇത് ഫേസ് ടു ഫേസ് അല്ല. ഇത്രയും എന്താ പറയുക, 2 ഡിഫറെന്റ് രാജ്യങ്ങൾ തമ്മിലായതുകൊണ്ട് ആ ഒരു റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ ഇന്റർവ്യൂവിന് എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ തയ്യാറെടുത്തിട്ട് ഇതിന് പോകാനാക്കുക. അതായത് നിങ്ങൾ ഡ്രസ്സിങ് ആയാലും നിങ്ങളിപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ആയാലും അത്യാവശ്യം പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരിക്കണം. പിന്നെ മെയിൻലി ലാപ്ടോപ്പ് വെച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാക്കാം. അതുപോലെ തന്നെ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നെറ്റ്വർക്ക് ആണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യാനാക്കുക ഈ ഒരു ഇന്റർവ്യൂ ടൈമിന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കായാലും നാട്ടിൽ നിന്ന സമയത്ത് ഈ ഒരു നെറ്റ്വർക്കിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന ക്വസ്റ്റ്യൻസും പലതും ക്ലിയർ അല്ലാണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂവിന്റെ പകുതിക്ക് വെച്ചിട്ട് ആ ഒരു കണക്ഷൻ കട്ടാവുക, വീണ്ടും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരിക കണക്ഷൻ, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇതിൽ വെച്ചാൽ മെയിനായിട്ട് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യാൻ പറയുന്ന വെച്ചാൽ നിങ്ങൾ ഇന്റർവ്യൂ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു കോൾ ഡ്രോപ്പ് ആവുകയാണ്. അവർക്ക് ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അതിന് മാത്രം മെനക്കെടാൻ നിൽക്കില്ല. അതായത് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്ത് നിങ്ങളുടെ ഇന്റർവ്യൂ എടുത്ത് അങ്ങനെ ഒരു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂ പോസ്റ്റ്പോണ്ട് ആവുന്നതായിരിക്കും, ചിലപ്പോൾ ക്യാൻസൽ ആവാൻ വരില്ല ചാൻസസ് ഉണ്ട്. കാരണം അവർക്ക് ഒരുപാട് അപ്ലിക്കേഷൻ വന്ന് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ. അപ്പോൾ എപ്പോഴും ഒരു സ്ട്രോങ് കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാക്കാം. അതുപോലെ തന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനാക്കാം. ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾമോസ്റ്റ് നമ്മൾ നാട്ടിൽ കേൾക്കുന്ന ഒരു ഇംഗ്ലീഷും ഇവിടുത്തെ ഒരു ആക്സെന്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന ക്വസ്റ്റ്യൻസ് ആ സെയിം ആക്സെന്റ് നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കും കമ്പയർ ടു ഒരു ലൗഡ് സ്പീക്കർ. അപ്പം നിങ്ങൾ മാക്സിമം ഹെഡ്സെറ്റ് ആൻഡ് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണ്. അത് ഉണ്ടെന്നാണെങ്കിൽ അത് യൂസ് ചെയ്യാനാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒപ്പിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പം മൈക്ക് ആൻഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനാക്കുക. സ്ട്രോങ് നെറ്റ്വർക്ക് കണക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാനാക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ നാട്ടിലിപ്പോൾ എല്ലാവരും അറിയുന്നതാണ്, നാട്ടിൽ നമ്മൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അങ്ങനെ സെറ്റ് ചെയ്യാറില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, ഒരു ചുമരിന്റെ പുറത്ത് ഒരുപാട് ഫോട്ടോസോ അല്ലെങ്കിൽ കണ്ടമാനം ഡ്രോയിങ്സ് ഒക്കെ ഉള്ളൊരു ചുമര് അതുപോലത്തെ ഒന്നും പ്രിഫർ ചെയ്യാണ്ട് നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രസ്സിങ്, പിന്നെ നമ്മൾ താടി മീശ അതുപോലുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. അതിപ്പം എല്ലാവരും ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഇല്ല, അതിനിപ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക ജസ്റ്റ് ടീഷർട്ട് ആയാലും മതി എന്നൊക്കെ. ടീഷർട്ട് ആണെങ്കിലും അവരൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രൊഫഷണൽ ആയിരിക്കണം ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് ടൈം, അതായത് നിങ്ങൾക്ക് ഇന്റർവ്യൂ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വൺസ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഓൺലൈൻ വഴി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഐ കോൺടാക്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇന്റർവ്യൂവറും നമ്മളുമായിട്ടുള്ള ഐ കോൺടാക്ട് മെയിൻലി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് മുന്നേ നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ആരായിരിക്കും എന്നുള്ളത്, എത്ര ആൾക്കാരുണ്ടെന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനാക്കുക. നല്ല പ്ലസന്റ് ആയിട്ട് അപ്പിയർ ചെയ്യാനാക്കുക. അതായത് നമ്മൾ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ബോൾഡ് ആണ്, സെൽഫ് സഫീഷ്യന്റ് ആണെന്നുള്ളൊരു കാര്യം ഇന്റർവ്യൂവറെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾ ഇത്ര ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പണിക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേഴ്ത്തി പതിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വേറൊരു കാൻഡിഡേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് കുറച്ചുകൂടെ സ്റ്റെബേൺ ആയിട്ട് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് അവിടെ ഒരു പ്ലസ് പോയിന്റ് ആ ഒരു കാൻഡിഡേറ്റിന് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇന്റർവ്യൂവർ ആയിട്ട് നല്ലൊരു പ്ലസന്റ് മൂഡ് കീപ്പ് ചെയ്യാനാക്കുക, ഐ കോൺടാക്ട് കീപ്പ് ചെയ്യാനാക്കുക. ഇതൊക്കെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ
അതിന് ഏതെങ്കിലും ഒരു ഉത്തരം ബ്ലഫ് ചെയ്യാണ്ട് സോറി എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനാക്കുക. അങ്ങനെ ചോദിക്കുന്നതിൽ 1, 2, 3 പ്രാവശ്യം ചോദിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. കാരണം ഇവിടെയുള്ള ഇന്റർവ്യൂസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടുത്തെ ആക്സെന്റ് കുറച്ച് ടഫാണ്. അതായത് പുതിയതായിട്ട് ഒരാൾക്കാണെങ്കിൽ ആക്സെന്റ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് യാതൊരു നാണക്കേടോ മടിയോ കാണിക്കാൻ പാടില്ല. അറിയാത്തൊരു കാര്യത്തിന് ചുമ്മാ ഒരു ആൻസർ ബ്ലഫ് ചെയ്യാണ്ടിരിക്കുക. അതായത് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കാനൊക്കെ. അപ്പൊ ഇത്ര പോലെയാണ് മെയിൻ കാര്യങ്ങൾ നോക്കാനുള്ളത്. അപ്പം ഇനി നമുക്കൊരു ഇതുപോലെയുള്ള ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഏതൊക്കെ സെക്ഷനിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷനിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇനി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ചോദിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു സെക്ഷനിലൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഇങ്ങനെ ആയിരിക്കും നോർമലി ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള റഫ് ഐഡിയ ആണ്. നിങ്ങൾക്ക് എന്താണ് ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടതിനെ കുറിച്ചൊരു റഫ് ഐഡിയ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ഒന്നും അറിയാണ്ട് ജസ്റ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂ അങ്ങ് പോകുന്നതിനെക്കാട്ടി നല്ലത് ജസ്റ്റ് ഒരു പെരിഫറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്താ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു പെരിഫറൽ ഐഡിയ നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഫസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാമല്ലോ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് മെയിനായിട്ട് സെറ്റ് ചെയ്യാനാക്കുക. നിങ്ങളുടെ ഒരു ലോങ് എന്നല്ല, കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള നിങ്ങൾ മെയിൻ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ മെയിനായിട്ട് ഉണ്ടാക്കാനാക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങളിപ്പം ആസ് എ CT അല്ലെങ്കിൽ എക്സ്റേ എന്നുള്ളൊരു പോസ്റ്റിലേക്കൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് സെക്കൻഡ് ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ അലാറ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് റേഡിയേഷൻ സേഫ്റ്റി അല്ലെങ്കിൽ അലാറ നിങ്ങൾക്ക് എത്ര കുറച്ച് റേഡിയേഷൻ കൊടുത്തിട്ട് നല്ലൊരു എക്സ്റേ എടുക്കാൻ അല്ലെങ്കിൽ CT എടുക്കാൻ പറ്റും, അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ, അതിനുള്ള കാരണങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാട്ടമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ചിലപ്പം ഒരു പിക്ചർ കാണിച്ചു തന്നിട്ട് അതേതാണ് അനാട്ടമി പാർട്ട് ഏതാന്നുള്ളത് നമുക്ക് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അവർ വേറെ ഏതെങ്കിലുമൊക്കെ അനാട്ടമി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും കേട്ടോ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് ഇപ്പം SCT ബേസ്ഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് ഇപ്പോൾ CT എടുക്കാൻ വേണ്ടി വന്നു. ഇന്ന പേഷ്യന്റ് ഇന്ന വയറുവേദന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ ഇന്നൊരു CT ആണ് എഴുതി വിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റിഫൈ ചെയ്യൂ, എന്താണ് ജസ്റ്റിഫൈ ചെയ്യാനുള്ള കാരണം, അങ്ങനെ അതുപോലെ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പ്രഗ്നന്റ് ലേഡി ഇപ്പോൾ വന്നു, ഒരു പ്രഗ്നന്റ് ലേഡി CT സ്കാനിന് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ സ്കാൻ എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതൊക്കെ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അതും ഈ പ്രഗ്നന്റ് ലേഡീസിനെ പോലെ തന്നെ കുട്ടികളും അതിൽ ഇൻക്ലൂഡ് ആവുന്ന കേട്ടോ. കാരണം നമുക്കറിയാലോ കുട്ടികൾ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന മാക്സിമം ഒഴിവാക്കാനുള്ള സംഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുമോ, ആ സ്കാൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ കാരണം എന്താണ്, അതുപോലെയുള്ള സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ക്ലിനിക്കൽ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്റേ CT ഒരു ജോബ് ഓപ്പണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് അവർ വേറെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പേഷ്യന്റ് പൊസിഷനിങ് ആണ്. അപ്പോൾ ഇന്ന് എക്സ്റേ ആണെങ്കിൽ ഇപ്പോൾ നീ എക്സ്റേ അല്ലെങ്കിൽ ഒരു അബ്ഡമൻ എക്സ്റേ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പേഷ്യന്റ് പൊസിഷൻ ഉണ്ടാവും, ആ പൊസിഷനിങ് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ പറയും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പൊസിഷനിങ്ങിന് പറയണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ പറയുമ്പോൾ എല്ലാവരും നോർമലി പറയുന്ന പല കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതിന്റെ മെയിൻലി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക അത് നമ്മൾ എന്തായാലും ചെയ്യുന്ന കാര്യമാണല്ലോ, അപ്പോൾ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ല, അത് എന്തായാലും ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് മെൻഷൻ ചെയ്ത് പറയാനാക്കുക. ഇപ്പൊ പേഷ്യന്റ് വരിക, പേഷ്യന്റിനോട് നമ്മൾ പേഷ്യന്റ് ഡ്രസ്സൊക്കെ മാറ്റി ഹോസ്പിറ്റൽ ഗൗണിലേക്ക് ചേഞ്ച് ആക്കാൻ പറയുക, എന്നിട്ട് പേഷ്യന്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുക, പേഷ്യന്റ് ID ചെക്ക് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. അതെല്ലാവരും നമ്മൾ ചിന്തിക്കുക ഓക്കെ അത് ഒബ്വിയസ്ലി നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യമാണല്ലോ, അത് പറയേണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു കാര്യങ്ങൾ എടുത്ത് പറയാനാക്കുക. നമ്മൾ ഈ പൊസിഷനിങ് ഏത് ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ ഒരു കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് അതൊക്കെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അതൊക്കെ പറയാനാക്കുക. പിന്നെ ഇവർ ചോദിക്കാനുണ്ടാവും ഒരു ഇന്റർവ്യൂവിൽ വെച്ച് കഴിഞ്ഞാൽ ടീം വർക്കിനെ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ആൻസർ നിങ്ങൾ സ്പെസിഫിക്കലി ഉണ്ടാക്കി വെക്കേണ്ട കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് എങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്മൾ ബാക്കിയുള്ള കൊലീഗ്സ് ആക്കിയിട്ട് ഒരു ടീം വർക്കിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു ആൻസർ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് അതിനുള്ളൊരു ആൻസർ നിങ്ങൾ നേരത്തെ ഇന്റർവ്യൂവിന് മുന്നേ തന്നെ കണ്ടെത്തി വെക്കുക. അഥവാ സപ്പോസ് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ അവിടെ നിന്ന് പറയാനുണ്ടാവണം. അത് ഒരു ജസ്റ്റ് ഒരു ലോങ് ആൻസർ ആവണമെന്നില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് അത് സപ്പോർട്ട് ചെയ്യില്ല, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവണം. അതിന് ആ ഒരു ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ കാണിച്ചൊരു ടീം വർക്ക് നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിന് മുന്നേ വർക്ക് ചെയ്ത സ്ഥലത്ത് 3 സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ഒരുപാട് കേസസ് വരുമായിരുന്നു.
അപ്പോൾ എല്ലാ സ്റ്റാഫും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അത്രയും വർക്ക് ലോഡ് നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ തോന്നില്ലായിരുന്നു എന്നുള്ള ഒരു എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ ഇതിനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചോദിക്കാനുള്ള മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ പീഡിയാട്രിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് എക്സ്റേ ആണെങ്കിലും CT ആണെങ്കിലും ഒരു പീഡിയാട്രിക് അല്ലെങ്കിൽ ഒരു ചൈൽഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു എക്സ്റേ അല്ലെങ്കിൽ CT നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുമോ, അതിനുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നതായിരിക്കും. ഇന്ന് ഒരു കുട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ CT നിങ്ങൾ എടുക്കുമോ, അല്ലെങ്കിൽ പേഷ്യന്റ് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് അപ്പോൾ നിങ്ങൾ ആ CT എടുക്കാൻ നിൽക്കുമോ, അല്ലെ പേഷ്യന്റിനെ സെഡേറ്റ് ചെയ്യുമോ, എന്താണെന്നുള്ളത് അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക. അത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചുള്ള ഒരു ആൻസറാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. ചാടിക്കേറി ആൻസർ പറയണമെന്നില്ല. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു ആൻസർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പറയാം. അതിലുള്ള ടൈമും കാര്യങ്ങളൊക്കെ അവർ തരും. ഇപ്പോൾ പീഡിയാട്രിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റേഡിയേഷൻ സേഫ്റ്റി എന്തായാലും മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റേഡിയേഷൻ സേഫ്റ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എക്സ്റേയിലായാലും CTയിലായാലും അത്യാവശ്യം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മെയിൻലി നോക്കേണ്ടത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ AERB പോലെ തന്നെ ഇവിടുത്തെ ഒരു റേഡിയേഷൻ സേഫ്റ്റി റെഗുലേറ്ററി ബോർഡ് ഉണ്ട്. അത് ഏതാണെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളൊന്ന് പഠിക്കുക. പിന്നെ അതുമായിട്ടുള്ള അവരുടെ റേഡിയേഷൻ റൂൾസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് റേഡിയേഷൻ സേഫ്റ്റിയിൽ ചോദിക്കാനുള്ള ചാൻസ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാം UK എന്ന് പറയുന്ന ഒരു വലിയ കൺട്രിയിലേക്ക് ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരുപാട് എത്തിയൻസിറ്റി എന്നുള്ള ആൾക്കാരുമായിട്ടായിരിക്കും. അപ്പം കുറച്ച് ഇന്ത്യക്കാരായിരിക്കും, കുറച്ച് UK ആൾക്കാരായിരിക്കും, കുറച്ച് വേറെ ഏതെങ്കിലും നാട്ടിലിരിക്കും. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതിന് ഒരു എക്സാമ്പിളായിട്ട് അവർ ഈ ഒരു ഇക്വാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തെങ്കിലും ഇതാണെങ്കിൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ചോദിക്കാൻ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ 10 and 28 day റൂൾസ്. അതൊക്കെ ഈ LRIയിൽ വരുന്ന കേട്ടോ. 10 day റൂൾ അല്ലെങ്കിൽ 28 day റൂൾ. അതൊക്കെ എക്സ്റേയിലാണെങ്കിൽ CTയിലാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ റേഡിയേഷൻ സേഫ്റ്റിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒബ്വിയസ്ലി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഇതൊക്കെ നോക്കി വെക്കുന്നറിയാം, പക്ഷെ എന്നാലും ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതാണ് ഇവിടെ. പിന്നെ പ്രഗ്നന്റ് ലേഡീസിന്റെ കാര്യങ്ങളാണ്. അതും റേഡിയേഷൻ സേഫ്റ്റിയിൽ വരുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രഗ്നന്റ് ലേഡി അല്ലെങ്കിൽ ഒരു ഇത്ര പോലെയുള്ള ഇൻഫന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ CT എടുക്കുക അല്ലെങ്കിൽ എക്സ്റേ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ എല്ലാ ചോദ്യത്തിലും മെയിനായിട്ടുള്ള ഒരു പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഏത് പേഷ്യന്റ് കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ മെയിനായിട്ട് പറയാനാക്കണം. അതായത് പേഷ്യന്റ് നാട്ടിൽ നമ്മളിപ്പോൾ വലിയ കാര്യമാക്കാറില്ല. ഒരു പേഷ്യന്റ് വിളിക്കുന്നുണ്ട്, പേഷ്യന്റ് പേര് വിളിക്കുക, പേഷ്യന്റ് ഓക്കെ അത്ര ഉണ്ടാവാറില്ല നമ്മൾ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ നാട്ടിൽ. കാരണം വെച്ചാൽ അത് കണ്ടമാനം പേഷ്യൻസ് അങ്ങനെ ഉണ്ടാവാറില്ല. ഒരു നമുക്ക് നാട്ടിലറിയാലോ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പേരിൽ അങ്ങനെ അത്ര ആൾക്കാർ ഉണ്ടാവാറില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്തായാലും ചെക്ക് ചെയ്യാനാക്കാതെ ഇവിടെ ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് പേര് ചോദിക്കും, പേഷ്യന്റ് വയസ്സ് ചോദിക്കും, പേഷ്യന്റ് അഡ്രസ്സ് ചോദിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച് സെയിം പേഷ്യന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ കൺഫേം ആക്കുക. അതുപോലെ തന്നെ പേഷ്യന്റ് ഹോസ്പിറ്റൽ നമ്പർ നമുക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളൊക്കെ അത് ഹോസ്പിറ്റലിലേക്ക് ക്രോസ് ചെക്ക് ചെയ്യണം എന്തായാലും. കാരണം അത് സെയിം പേഷ്യന്റ് ആണെന്നുള്ളതിൽ ചിലപ്പോൾ ഒരേ പേരിൽ 2 പേഷ്യന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള 2 പേഷ്യന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഹോസ്പിറ്റൽ നമ്പറാണ്. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് പറയാനാക്കുക. ഏതൊരു പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലും പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ അത് മെയിനായിട്ടൊന്ന് പറയാനാക്കുക. പിന്നെ വേറെ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ CT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു CT രാവിലെ വന്ന് ഓൺ ചെയ്യുക അല്ലെങ്കിൽ അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ മോർണിംഗ് പ്രൊസീജിയേഴ്സ് മൊത്തമായിട്ട് പറയണം. അതായത് ഒരു CT മെഷീൻ നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം വാംപ്പ് ചെയ്തതിന് ശേഷം ഫാൻഡം ഇട്ട് QA ചെയ്യുക. QAയിൽ എന്തെങ്കിലും ആർട്ടിഫാക്റ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ സ്കാനർ യൂസ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ അതൊക്കെ ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിങ്ങനെ രാവിലെ വന്ന് QA ചെയ്യാണ്, QA ഫാൻഡത്തിൽ നിങ്ങൾ ആ ഒരു ഇമേജിൽ നിങ്ങൾക്ക് ആർട്ടിഫാക്റ്റ് കണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളത് എസ്കലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ മാനേജറോട് അത് എസ്കലേറ്റ് ചെയ്യുക. ഇങ്ങനൊരു ഇങ്ങനൊരു ആർട്ടിഫാക്റ്റ് നമുക്ക് CTയിലുണ്ട്. അപ്പോൾ അന്ന് മുതൽ നമുക്ക് ആക്ച്വലി അത് റെക്ടിഫൈ ചെയ്യുന്നത് വരെ ആ സ്കാനർ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ഒരു CT സ്കാൻ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്തു, അപ്പോൾ സ്വന്തമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു എക്സ്റേ എടുത്തു, അതിൽ ഫ്രാക്ചർ കാര്യമുണ്ട്. അതായത് എയർലൈൻ ഫ്രാക്ചർ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാലോ. എയർലൈൻ ഫ്രാക്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രാക്ചർ വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫൈൻഡിങ്സ് നിങ്ങൾ എക്സ്റേയിൽ കാണുകയാണെങ്കിൽ തന്നെ അതെന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ എസ്കലേറ്റ് ചെയ്യുക. അതായത് ഏത് ഡോക്ടറെ റിക്വസ്റ്റ് ചെയ്ത് ആ ഡോക്ടറായിട്ട് പെട്ടെന്ന് ലയസ് ചെയ്ത് ആ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ ഡോക്ടർ ചെയ്യുക. ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യാനാക്കുക. അത് ഏത് ഡോക്ടറാണെന്ന് വെച്ചാൽ അതിപ്പോൾ CTയിലാണെങ്കിൽ തന്നെ നിങ്ങളൊരു CT ഹെഡ് എടുത്തതിന് ശേഷം അതിലൊരു ബ്ലീഡോ കാര്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ
അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്സ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചോദിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫൈൻഡിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റേഡിയോളജിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുക. റേഡിയോളജിസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എമർജൻസി കെയർ അവിടെ കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാനൊക്കെ എന്തൊക്കെയായിരിക്കും നിങ്ങളതിൽ ഒരു എക്സ്റേ എടുത്ത് അതിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിൽ നിങ്ങൾ ഫ്രാക്ചറും കാര്യങ്ങളും അല്ലെങ്കിൽ ബ്ലീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എമർജൻസി ബേസിസിൽ നമ്മൾ റേഡിയോളജിസ്റ്റിനെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എമർജൻസി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിന് കൊടുക്കുന്നതായിരിക്കും എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പറയാനൊക്കെ. അതാണ് നിങ്ങളുടെ അടുത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസേഴ്സ്, അല്ലെങ്കിൽ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പോയിന്റ്സ് അതൊക്കെയായിരിക്കും അതിൽ. പിന്നെ ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ മെയിൻലി നമുക്ക് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ പേഷ്യന്റ് സേഫ്റ്റി റിലേറ്റഡ് ആയിരിക്കും. നിങ്ങൾ എത്രത്തോളം പേഷ്യന്റ് സേഫ്റ്റി നിങ്ങൾ നോക്കുന്നുണ്ട്, എക്സ്റേ ആണെങ്കിലും CT ആണെങ്കിലും MR ആണെങ്കിലും പേഷ്യന്റ് സേഫ്റ്റി മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. MRI ആണെങ്കിൽ നാട്ടിൽ അങ്ങനെ പേഷ്യന്റ് സേഫ്റ്റി മറ്റേ മറിച്ച് നമ്മൾ നോക്കാറില്ല. ഇവിടെ വെച്ചാൽ ചെറിയൊരു പേഷ്യന്റ് ഒരു MRIയിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് ബേണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെയാണ്. മെയിൻലി വെച്ചാൽ ഇവിടുത്തെ ഒരു നിയമവും അതുപോലെയുള്ള കാരണങ്ങളും കാരണം പേഷ്യന്റ് നമ്മൾ സ്യൂ ചെയ്യാൻ വരെയുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് സേഫ്റ്റി UK വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എല്ലാ ക്വസ്റ്റ്യനിലും ആ ഒരു നിങ്ങൾ ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് സേഫ്റ്റി അതിൽ വരികയാണെങ്കിൽ അത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയാനാക്കുക. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു സെക്ഷൻസ് എന്നൊക്കെയാണ് നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കേണ്ടത്. അതായത് നമ്മുടെ റേഡിയേഷൻ സേഫ്റ്റി, അനാട്ടമി, ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ തന്നെ പീഡിയാട്രിക്സ് അല്ലെങ്കിൽ പ്രഗ്നൻസി പേഷ്യൻസ് വന്നാൽ എന്തൊക്കെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എമർജൻസി കേസ് വന്നാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ നിങ്ങൾ മാക്സിമം, അതായത് ചുരുക്കി പറയാണ്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ മാക്സിമം വ്യക്തമായി നിങ്ങൾക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനാക്കുക. നിങ്ങൾ മാക്സിമം സമയം എടുത്ത് ഓരോ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഒബ്വിയസ്ലി നമ്മൾ അറിയുന്ന കാര്യമാണ്. അതെന്തായാലും നമ്മൾ ചെയ്യുമല്ലോ എന്ന് വെച്ച് ഒഴിവാക്കുന്ന കാര്യങ്ങളും കൂടി ഈ ഒരു ആൻസറിൽ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഒരു ഇന്റർവ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക മെയിൻലി. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മെയിൻലി ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാക്കുക. പിന്നെ മൈക്ക് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് മെയിൻലി യൂസ് ചെയ്യാനാക്കുക. പിന്നെ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് കണക്ഷൻ ഉറപ്പ് വരുത്തുക എന്തായാലും. അതായത് നമ്മൾ ഇന്റർവ്യൂവിന്റെ പാതി വഴിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ കണക്ഷൻ കിട്ടാണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ട്രോങ് കണക്ഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് ഇതിന് മുന്നേ അങ്ങനെ കുറച്ച് സിനാരിയോസ് ഉണ്ടായിട്ടുണ്ട്. എനിക്കായാലും എൻ്റെ ഫ്രണ്ട്സിനായാലും ഇങ്ങനെ കണക്ഷൻ കിട്ടായിരുന്നു. ഒരു ഫ്രണ്ടിന് ഇതാണെങ്കിൽ തന്നെ ഇന്റർവ്യൂ പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അവർ അടുത്ത ഇന്റർവ്യൂ. അപ്പോൾ ആ ഒരു ഡേറ്റ് വരെ നമ്മൾ ഇന്റർവ്യൂ ഒന്നും നടന്നിട്ടില്ലാണ്ട് അവർ ചിലപ്പോൾ പോസ്റ്റ്പോണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആവാണ്. അപ്പോൾ ഒരു സ്ട്രോങ് കണക്ഷൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ഒപ്റ്റ് ചെയ്യാനാക്കുക. പിന്നെ ഈ അലാറ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇതുപോലെയുള്ള ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റർവ്യൂവിന് ഉണ്ടാവുന്ന ആൾക്കാർ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇമെയിൽ വഴി നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ കിട്ടുന്നതായിരിക്കും. ഇന്റർവ്യൂവിന് എത്ര ആൾക്കാരാണ് ഉണ്ടാവുക അതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ പാനലിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അത് പേരും കാര്യങ്ങളൊക്കെ എന്താണ് അവരുടെ പൊസിഷൻ എന്നുള്ളതൊക്കെ ഇമെയിലിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈം സുജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, അയാൾ അവിടുത്തെ മാനേജറാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് മാനേജറാണ്, അവരുണ്ടാവും, അവരുടെ പേരും കാര്യങ്ങൾ. വേറെ ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർ എത്ര ആൾക്കാരുണ്ടാവും. മോസ്റ്റ് പ്രോബ്ലി 2 ആൾക്കാരും 3 ആൾക്കാരും ആണ് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാവാറ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മെയിൻലി നിങ്ങൾ പിന്നെ ചുമ്മാ കാര്യങ്ങൾ ബ്ലഫ് ചെയ്യാണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മെയിൻലി പറയാനാക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ വീണ്ടും ചോദിക്കാനാക്കുക. അപ്പോൾ മെയിൻലി ഇതൊക്കെയാണ് കാര്യങ്ങൾ, വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും കൊളീഗ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യാനാക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.